25-ാം ദിവസത്തിലും 1 കോടിക്ക് മുകളിൽ കളക്ഷൻ. വീഴാതെ ആടുജീവിതം. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. 25-ാം ദിവസത്തിലും 1 കോടിക്ക് മുകളിൽ കളക്ഷൻ. വീഴാതെ ആടുജീവിതം. കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ബ്ലസ്സി സംവിധാനം ചെയ്ത പൃഥ്വിരാജ് സുകുമാരന്റെ ആടുജീവിതം എന്ന ചിത്രം ഞായറാഴ്ചയാണ് 100 കോടി ക്ലബിൽ പ്രവേശിച്ചത്. 25 ദിവസങ്ങൾ കൊണ്ട് ആഗോളതലത്തിൽ ചിത്രം 150 കോടി കളക്ഷൻ നേടിയെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. 25-ാം ദിവസം ഇന്ത്യയിൽ നിന്ന് ആടുജീവിതം ഏകദേശം 1.30 കോടി രൂപയുടെ നെറ്റ് കളക്ഷൻ നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഏപ്രിൽ 21 ഞായറാഴ്ച ആടുജീവിതത്തിന്റെ മലയാളം ഒക്യുപ്പൻസി 46.36% ആണ് എന്ന് കേൾക്കുമ്പോഴാണ് അത് വലിയൊരു കൗതുകം ജനിപ്പിക്കുന്ന കാര്യം. ഏത് ജോണറിലുള്ള സിനിമകളും മലയാളികൾ നല്ലതാണെങ്കിൽ ഏറ്റെടുക്കുമെന്നതിന്റെ തെളിവ് തന്നെയാണ് ആടുജീവിതം എന്ന ചിത്രത്തിന്റെ വലിയ നേട്ടത്തിന് പുറകിൽ. ഇന്ത്യയിൽ നിന്ന് മാത്രം 81.20 കോടി രൂപ ചിത്രം നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഗ്രോസ് കളക്ഷൻ 93.58 കോടി രൂപയാണ്. 57 കോടി രൂപയാണ് വിദേശത്തെ ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. ലോകമെമ്പാടുമുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ ചിത്രത്തിന് ഇപ്പോൾ 109.58 കോടി നേടിയെടുക്കാൻ സാധിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. വേൾഡ് വൈഡ് കളക്ഷനാണിത്. ഏപ്രിൽ 6 ചിത്രം ലോകമെമ്പാടുമുള്ള 100 കോടി കടന്ന നിർമ്മാതാക്കളുടെ ഔദ്യോഗികമായ അറിയിപ്പ് വന്നിരുന്നു. ഇപ്പോൾ 18 ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 150 കോടി നേടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. കാരണം ചിത്രത്തിന് വെക്കേഷനായിട്ട് നല്ല ഒക്യുപ്പൻസിയാണ് നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. മിക്ക സെന്ററുകളിലും ചിത്രം ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ വന്നിരുന്ന ജയ് ഗണേശ് എന്ന ചിത്രത്തിന് വലിയൊരു താളപ്പഴ സംഭവിച്ചത് ആടുജീവിതത്തിന് വലിയ നേട്ടമായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. 2024 ഏറ്റവും കൂടുതൽ ഓപ്പണിംഗ് കളക്ഷൻ നേടിയ മലയാള ചിത്രമായി ആടുജീവിതം മുന്നേ തന്നെ മാറിക്കഴിഞ്ഞതാണ്. മോഹൻലാൽ ചിത്രം മലൈക്കോട്ടെ വാലിബന്റെ ബോക്സ് ഓഫീസ് കേരളയിലെ ഏറ്റവും വലിയ കളക്ഷനായിട്ട് നിൽക്കുകയാണ്. 5.85 കോടി രൂപയാണ് നേടിയത്. ഇത് പൃഥ്വിരാജിന്റെ ആടുജീവിതം തകർത്ത് കഴിഞ്ഞ കാഴ്ചയാണ് കണ്ടത്. 3.35 കോടി നേടിയ മഞ്ഞുമൽ ബോയ്സ് ആണ് നിലവിൽ 3-ാം സ്ഥാനത്തുള്ളത്. 2-ാം സ്ഥാനത്ത് മലൈക്കോട്ടെ വാലിബനുമാണുള്ളത്. ഏതായാലും കാത്തിരിക്കുകയാണ് നല്ല സിനിമകൾക്ക് വേണ്ടി നല്ല കളക്ഷൻ റെക്കോർഡുകൾ സൃഷ്ടിക്കുന്ന സിനിമകൾ എന്നതിനേക്കാൾ ഉപരി മികച്ച സിനിമകൾ അത്തരത്തിലുള്ള കളക്ഷൻ നേടുക എന്നുള്ളത് അത്രയും സന്തോഷം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മലയാള സിനിമയിലെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ സംവിധായകർക്കെല്ലാം സാധിക്കുമെന്നതിന്റെ തെളിവ് തന്നെയാണ് ഈ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കളക്ഷൻ മാത്രമല്ല, കലാമൂല്യവും ചിത്രത്തിനുണ്ട് എന്നുള്ളത് ചിത്രത്തിന്റെ വലിയൊരു നേട്ടം തന്നെയാണ്. അത് കൂടുതൽ പേർക്ക് കൂടുതൽ പരീക്ഷണങ്ങളും മനോഹരമായ പരീക്ഷണ ചിത്രങ്ങൾ എടുക്കുവാനുള്ള വലിയ ധൈര്യവും നൽകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പൃഥ്വിരാജിന് ഇത് വലിയൊരു നേട്ടം തന്നെയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.